PC ജോർജ് കോടതിയിൽ ഹാജരായി. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്നാണ് PC ജോർജ് അറിയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അറിയിച്ചിട്ടും PC ജോർജിനെ വീട്ടിനുള്ളിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരു നാടകം കളിച്ചു. അത് രാഷ്ട്രീയ നാടകം എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. എന്നാൽ BJP അതിനെ ചെറുത്തു, പ്രതിരോധിച്ചു. അദ്ദേഹം ഹാജരാകാം എന്നല്ലേ പറഞ്ഞത് എന്ന് പോലീസിനോട് തിരിച്ചു ചോദിച്ചു. ഷോൺ ജോർജ്, മകനും BJP നേതാവുമായ ഷോൺ ജോർജ് പോലീസുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം BJP നേതാവ് ലിജിൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് 5 മിനിറ്റിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകും എന്ന് അറിയിക്കുകയും ആ കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ കോടതിയിൽ ഹാജരാവുകയായിരുന്നു. മിഥുൻ അയ്യപ്പൻ ഒപ്പമുണ്ട്. മിഥുൻ, പറഞ്ഞോളൂ. തീർച്ചയായും ഈ വിഷയത്തിൽ BJP നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. പോലീസിന്റെ ആദ്യഘട്ടം മുതലുള്ള എല്ലാ നീക്കങ്ങളും സംശയാസ്പദമായിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ അടക്കമുള്ള പോലീസ് നടത്തിയ ചില നാടകീയമായ നീക്കങ്ങൾ അത്യന്തം ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത തരത്തിലാണുള്ളത്. ആദ്യഘട്ടം മുതൽ തന്നെ സംയമനത്തോടുകൂടി ഈ അന്വേഷണവുമായി സഹകരിക്കുകയും പോലീസ് ഇതിനു മുമ്പ് വീട്ടിലെത്തിയപ്പോൾ കൃത്യമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകുമെന്ന് പോലീസിന് മുമ്പാകെ കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള അറിയിപ്പ് നൽകിയതിനു ശേഷവും അതിന് അനുസൃതമായി നിൽക്കാതെ ഇന്ന് രാവിലെ തന്നെ പോലീസ് സംഘം വീട്ടിലെത്തുന്നു, പ്രകടനം നടത്തരുതെന്നുള്ള നിർദ്ദേശം നൽകുന്നു. പോലീസ് വീടിന് മുമ്പിൽ വലിയ പോലീസ് സന്നാഹം സജ്ജമാക്കുന്നു. ഈ ഈരാറ്റുപേട്ട നഗരത്തിൽ അമ്പാടും പോലീസിന്റെ വലിയ രീതിയിൽ ഒരു അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പോലീസിനെ കൊണ്ട് തിക്കി നിറയ്ക്കുന്നു. ഇത്തരത്തിൽ വലിയ പ്രകോപനം നിരന്തരമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ BJP നേതാക്കളെ പല വിധത്തിൽ ഇത്തരത്തിൽ പോലീസ് പലതരത്തിൽ ഭീഷണിപ്പെടുത്തി നടക്കുമ്പോൾ നീക്കങ്ങളിലേക്ക് അടക്കാൻ പ്രകടനം നടത്തരുത്, കൂട്ടം കൂടരുത് അടക്കമുള്ള വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ BJP നേതാക്കൾക്കും അതുപോലെ തന്നെ PC ജോർജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കും നൽകുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായി പോലീസിന് മുമ്പിൽ ഹാജരാകേണ്ടതില്ല, മറിച്ച് കോടതിക്ക് മുമ്പിൽ, ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാകുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയത്. അതിൻ്റെ ഭാഗമായി അല്പസമയം മുമ്പ് PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിലെത്തി ഹാജരായിരിക്കുകയാണ്. നേരത്തെ N ഹരി അടക്കം വ്യക്തമാക്കിയതനുസരിച്ച് കൃത്യമായി ഈ ഒരു പോലീസിന്റെ പ്രകോപനത്തെ അംഗീകരിക്കാനാവില്ല. PC ജോർജിനെ നിരന്തരമായി വേട്ടയാടുന്ന ഒരു സമീപനമാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്തരത്തിൽ ഒരു ഒറ്റപ്പെട്ട തരത്തിലുള്ള അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി എന്താണ് താൻ ഉദ്ദേശിച്ചതെന്ന മാപ്പടക്കം അപേക്ഷിച്ചിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ സമാനമായി മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷവും വീണ്ടും ഈ തൻ്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് തന്നെയാണ് BJPയുടെയും അതുപോലെ തന്നെ PC ജോർജിൻ്റെയും എല്ലാം തന്നെ വാദം. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം പൂർണ്ണമായും നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു PC ജോർജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തിയത്. അതിനനുസൃതമായി തന്നെയാണ് നീക്കങ്ങൾ നടത്തിയത്. പക്ഷേ അത്യന്തം ഈ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് ഹാജരാകുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുന്ന അവസാന നിമിഷം പോലും പോലീസ് കാണിച്ച ഒരു പ്രകോപനമുണ്ട്. പോലീസ് നിരന്തരം സൃഷ്ടിച്ചിരുന്ന ഒരു പ്രകോപനമുണ്ട്. ആ പ്രകോപനത്തിനുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുക എന്നുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും തുടർന്നുള്ള നിയമ നടപടികളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. PC ജോർജ് ഇപ്പോൾ കോടതി മുറിക്കകത്താണ് ഉള്ളത്. നിഷ, എവിടെയാണുള്ളത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇവിടെ കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് തന്നെ പാലാ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. രാവിലെ തന്നെ ഈ PC ജോർജ് ഹാജരാകുമെന്ന് അറിയിച്ചെങ്കിൽ പോലും രാവിലെ തന്നെ അദ്ദേഹം കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം ഈരാറ്റുപേട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കൂടുതൽ, അതായത് പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ പാലാ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള SHOമാർ അടക്കമുള്ള വലിയൊരു പോലീസ് സംഘം രാവിലെ തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല AR ക്യാമ്പിൽ നിന്നുള്ള വലിയ പോലീസ് സംഘം ഈ സ്റ്റേഷന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ അത് തടയാൻ എന്ന രീതിയിലാണ് പോലീസ് വിശദീകരണം നൽകിയത്. പക്ഷേ എങ്കിൽ പോലും അതായിരുന്നില്ല. ഒരു വലിയ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം
അല്പസമയം മുമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. ഇനി കോടതിക്ക് മുന്നിലാണ് പി.സി. ജോർജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പോലീസ് കസ്റ്റഡിയിലേക്ക് പോലീസ് ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പോലീസ് കസ്റ്റഡിയിൽ ആണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് കോടതിയിൽ നിന്ന് നേരിട്ട് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അല്പസമയത്തിനകം തന്നെ പി.സി. ജോർജ് എത്തും. അതിനുശേഷം ആണ് മറ്റ് നടപടികളിലേക്ക് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ, അതായത് ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ എത്തിയിരുന്നു. CA അടക്കമുള്ള ആളുകൾ അകത്തേക്ക് പോയിരുന്നു, മകനുമായി സംസാരിച്ചിരുന്നു. അറസ്റ്റ് അദ്ദേഹം വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. വീട്ടിലും അപ്പം തന്നെ വീടിന്റെ പരിസരത്തും അദ്ദേഹത്തിന്റെ ഓഫീസ് വീടിനോട് ചേർന്നാണ്. ആ ഭാഗങ്ങളിലൊക്കെ പോലീസ് ഒരു സെർച്ച് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലീസ് നടത്തിയിരുന്നത്. അദ്ദേഹം ഹാജരാകാമെന്ന് നേരത്തെ തന്നെ, അതായത് നേരത്തെ അദ്ദേഹത്തോട് ഹാജരാകാനായി നോട്ടീസ് നൽകാൻ 2 തവണ പോലീസ് വീട്ടിലെത്തി. തുടർന്ന് അദ്ദേഹം മകൻ മുഖാന്തരം ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാമെന്നും പോലീസിന്റെ ഏത് രീതിയിലുള്ള അന്വേഷണത്തോടും സഹകരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അതൊന്നും വകയ്ക്കാതെയാണ് ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും പോലീസിന്റെ ആ നീക്കങ്ങളൊക്കെ പാളി എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം അല്പസമയം മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തും, അല്ലെങ്കിൽ പാലാ DYSP ഓഫീസിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ ആ വിധികളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ അല്പസമയത്തിനകം തന്നെ പി.സി. ജോർജ് ഹാജരാകും. ഇനി കോടതിയുടെ മുന്നിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ DYSP അടക്കമുള്ള ആളുകൾ തുടരുന്നുണ്ട്. രാവിലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം BJP നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത്, അതായത് കീഴടങ്ങുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ നീക്കമാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ ഒരു പരാമർശത്തിൽ അല്ലെങ്കിൽ നാക്കുപിഴവിൽ പരസ്യമായി തന്നെ പി.സി. ജോർജ് മാപ്പ് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഒരു വിഭാഗം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് നാടകം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആസൂത്രണം ചെയ്തത്. എന്തായാലും പോലീസിന് കോടതിക്ക് മുന്നിൽ അല്പസമയത്തിനകം തന്നെ പി.സി. ജോർജ് എത്തും. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പാലാ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും തുടരുകയാണ്. കൃഷ്ണരാജ്.